ഈ ചിത്രം നോക്കൂ, ഇതാണിപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അവസ്ഥ. RSSന്റെ നേതാവ് മോഹൻ ഭാഗവത്, ഭാര്യ, കുട്ടി, ചട്ടി, പട്ടി ഒന്നുമില്ല, സുഖമായിട്ട് ഇങ്ങനെ ജീവിച്ചു. പെട്ടെന്നൊരു ബോധോദയം, എഴുന്നേൽക്കുന്നു, ഹിന്ദുക്കളെ ഉപദേശിക്കുന്നു. അതെ, നിങ്ങൾ എല്ലാവരും മിനിമം ഒരു 3 കുട്ടികളെങ്കിലും ഉണ്ടാക്കണം കേട്ടോ. എങ്ങനെയുണ്ട് അവസ്ഥ? ഈ കല്യാണം എന്താണ്, കുട്ടി എന്താണ്, ഭാര്യ എന്താണ്, ചട്ടി എന്താണ്, എങ്ങനെയാണെന്നൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് പോരെ മറ്റുള്ളവരെ ഉപദേശിക്കാൻ. അടുത്ത ആളിൽ നിന്ന് നോക്കിയേ, ഇൻഫോസിസിന്റെ മേധാവി നാരായണമൂർത്തി. മൂപ്പര് ഇപ്പൊ റിട്ടയർ ഒക്കെ ആയിട്ട് സുഖിച്ചിരിക്കുകയാണ്. എന്നിട്ട് മൂപ്പര് വന്ന് ബാക്കിയുള്ളവർ ഉപദേശിക്കുക. അതെ, നിങ്ങളൊക്കെ മിനിമം 70 മണിക്കൂറെങ്കിലും ജോലി ചെയ്യണം. എങ്ങനെയുണ്ട്, കൊള്ളാമോ? അടുത്ത ആള് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മണിപ്പൂർ ഇപ്പോഴും കത്തിയിരിക്കുകയാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അടക്കമുള്ള ന്യൂനപക്ഷങ്ങൾ പലവിധ പ്രശ്നങ്ങൾ കൊണ്ട് നട്ടം തിരികുകയാണ്. ഇവിടുത്തെ പള്ളികളുടെ അടിയിലൊക്കെ ശിവലിംഗം തിരഞ്ഞുകൊണ്ടുള്ള സർവേകൾ നടക്കുകയാണ്. അതൊന്നും പരിഹരിക്കാൻ മോദിജിക്ക് കഴിഞ്ഞിട്ടില്ല, കഴിയുമില്ല. എന്നിട്ടോ മൂപ്പർ അയൽ രാജ്യമായ ബംഗ്ലാദേശിനെ നോക്കി ഉപദേശിക്കുന്നു. ഹലോ 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 ഹലോ, അവിടെ ഹിന്ദുക്കൾ ന്യൂനപക്ഷമാണ്, അവരെ സംരക്ഷിക്കണം, ഉപദ്രവിക്കരുത് എന്ന്. എന്താ ചങ്ങായി അങ്ങനെ? ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെക്കാൾ പ്രധാനമാണോ അയൽ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ? ഉളുപ്പില്ലാത്തവർക്ക് എന്തും ആകാം, ഒന്നും പറയുന്നില്ല. അടുത്താളെന്ന് നോക്കിയേ, നമ്മുടെ മുൻ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. ബാബറി മസ്ജിദ് അയോധ്യ കേസിൽ വിധി പറയാൻ ദൈവത്തെ ആശ്രയിച്ച അദ്ദേഹം എല്ലാ പ്രസംഗങ്ങളിലും ഭരണഘടനയുടെ മഹത്വത്തെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കും. ഭരണഘടനയാണ് പ്രധാനം, അതനുസരിച്ചേ പ്രവർത്തിക്കാവൂ എന്ന് നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കും. എന്നിട്ട് മൂപ്പര് പോയിട്ട് എന്ത് ചെയ്യും? വല്ല ദൈവവിളിയും വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കും. അവന് പറ്റാത്ത കാര്യം ആരും ഉപദേശിക്കരുതെന്നാണ് നമ്മൾ ഇതിൽ നിന്നും പഠിക്കുന്ന പാഠം. ഇവരൊക്കെ നമ്മളെ ചതിക്കട്ടോ. അപ്പോഴേ ഇത് പറഞ്ഞപ്പോഴാണ് ഒരു ഓർമ്മ, സുപ്രീം കോടതിയുടെ മുൻ ജഡ്ജും പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ മുൻ ചെയർമാനുമായ മാർക്കണ്ഡേയ കട്ജു മുൻ ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെ ക്രൂരമായ സത്യസന്ധതയെക്കുറിച്ച് ഒരു തുറന്നെഴുത്ത് നടത്തിയിട്ടുണ്ട്. അതെനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ചുരുക്കി പറഞ്ഞാൽ വരുന്നവരും പോകുന്നവരും വഴിയെ നടക്കുന്നവരും ഒക്കെ ചന്ദ്രചൂഡിനെ എടുത്തിട്ട് അലക്കുകയാണ്. വലിയ സത്യസന്ധൻ, നന്മയുടെ നിറകുടം, ഭരണഘടനയുടെ മൊത്തം സൂക്ഷിപ്പുകാരൻ, ഇങ്ങനെയൊക്കെ അഭിനയിച്ച് നടന്ന ആളാ ഇപ്പൊ ആരായി? മൊത്തം എക്സ്പോസ്ഡ് ആയി. മാർക്കണ്ഡേയ കട്ജു പറയുന്നത്, നീലു വ്യാസ്, കപിൽ സിബൽ എന്നിവരുമായുള്ള എന്റെ അഭിമുഖങ്ങളിൽ മുൻ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ചന്ദ്രചൂഡ് തന്റെ ജീവിതത്തിലുടനീളം, ജുഡീഷ്യൽ ജീവിതത്തിലുടനീളം ഒരു റാങ്ക് കരിയറിസ്റ്റ് ആയിരുന്നുവെന്ന് ഞാൻ പറഞ്ഞിരുന്നു. സത്യസന്ധമായ വിധികൾ പുറപ്പെടുവിക്കുന്നത് ചീഫ് ജസ്റ്റിസ് ആകാനുള്ള തന്റെ സാധ്യതയെ അപകടത്തിലാക്കുമെന്ന് കരുതിയപ്പോഴെല്ലാം സത്യസന്ധമല്ലാത്ത വിധികൾ നൽകാൻ അദ്ദേഹം തയ്യാറായിരുന്നു. അതിന് ഉത്തമോദാഹരണമാണ് ബാബറി മസ്ജിദ് കേസിലെ വിധി. അദ്ദേഹത്തിന്റെ പിതാവ് YV ചന്ദ്രചൂഡും ജബൽപൂർ ADM വേഴ്സസ് ശിവകാന്ത് ശുക്ല കേസിൽ വിവാദപരമായ വിധി പ്രസ്താവന നടത്തിയിരുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് വ്യക്തികൾക്ക് സ്വാതന്ത്ര്യത്തിനും ജീവനും അവകാശമില്ലെന്ന് ഭൂരിപക്ഷം വിധിച്ചു. എന്നാൽ ചന്ദ്രചൂഡും ജുഡീഷ്യൽ നിഷ്പക്ഷതയേക്കാൾ കരിയറിലെ ഉന്നതിക്കാണ് മുൻഗണന നൽകിയത്. അച്ഛനെ കുറിച്ചാ. അന്ന് ജസ്റ്റിസ് HR ഖന്ന മാത്രമാണ് ADM ജബൽപൂർ കേസിൽ സധൈര്യം ഒരു വിയോജിപ്പ് വിധി എഴുതിയത്. HR ഖന്ന എന്ന് പറയുന്ന ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസിന്റെ അമ്മാവൻ. അതും തനിക്ക് ലഭിക്കാനിരിക്കുന്ന ചീഫ് ജസ്റ്റിസ് പദം ലഭിക്കില്ലെന്നറിഞ്ഞിട്ട് അദ്ദേഹത്തിന് അങ്ങനെ അത് കിട്ടിയില്ല കേട്ടോ. 2022 മെയ് മാസത്തിൽ ഗ്യാൻവാബി മസ്ജിദ് കേസ് സുപ്രീം കോടതിയിൽ വാദം കേൾക്കുന്നതിനിടെ 1991 ആരാധനാലയ നിയമം ഒരു ഘടനയുടെ അല്ലെങ്കിൽ നിർമ്മിതിയുടെ മതപരമായ സ്വഭാവം കണ്ടെത്തുന്നതിന് തടസ്സമാകുന്നില്ലെന്ന് ജസ്റ്റിസ് ചന്ദ്രചൂഡ് ഒട്ടും സത്യസന്ധതയില്ലാതെ അഭിപ്രായപ്പെട്ടു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ഒരു ആരാധനാലയത്തിന്റെ ചരിത്രപരമായ ഐഡന്റിറ്റി അന്വേഷിക്കാൻ കോടതികൾക്ക് കഴിയുമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. അത്തരം കണ്ടെത്തലുകൾക്ക് അതിന്റെ നിലവിലെ അവസ്ഥ മാറ്റാൻ കഴിയില്ലെങ്കിൽ പോലും. എന്നാലും 1947 ഓഗസ്റ്റ് 15 ഒരു ഘടനയുടെ മതപരമായ സ്വഭാവം മാറ്റാൻ കഴിയില്ലെന്ന് നിയമം വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ടായിരുന്നു. മതപരമായ ഘടനകളെക്കുറിച്ചുള്ള തർക്കങ്ങൾ അവസാനിപ്പിക്കുക എന്നതായിരുന്നു ഈ നിയമത്തിന്റെ ലക്ഷ്യം. 1947 മുമ്പ് ഹിന്ദു ക്ഷേത്രം തകർത്താണ് പള്ളി പണിതെങ്കിൽ പോലും ഈ ആക്ട് പ്രകാരം അത് ഹിന്ദു ക്ഷേത്രമാക്കി തിരിച്ചു മാറ്റാൻ കഴിയില്ല. പള്ളികളിൽ ഹിന്ദു ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കുഴിയെടുക്കുന്നത് ഉൾപ്പെടെയുള്ള സർവേകൾ നടത്താൻ ചന്ദ്രചൂഡിന്റെ നിരീക്ഷണം ഇപ്പോൾ സഹായിച്ചു. ഇത് ചന്ദ്രചൂഡിന്റെ നഗ്നമായ അവ്യക്തതയായിരുന്നു. അശുദ്ധാത്മാവ് മരിച്ചുപോയെന്ന് തെറ്റായി അവകാശപ്പെട്ടതിന് ശേഷം മഹാഭാരതത്തിലെ നരോവ കുഞ്ചരോവ എന്ന യുധിഷ്ഠിരന്റെ അവ്യക്തമായ പ്രസ്താവനയെ ഇത് ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ കട്ജു പറയുന്നത് മഹാഭാരതത്തിലെ കഥയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അശുദ്ധാത്മാവ് എന്ന മനുഷ്യൻ മരിച്ചു എന്ന് പറഞ്ഞ അച്ഛനെ വീഴ്ത്തുന്നതിന് പകരം അശുദ്ധാത്മാവ് മരിച്ചു എന്ന് പറയുന്നിട്ട് എന്ന ആന എന്നുള്ളത് ചെറുതാക്കി പറഞ്ഞ ആ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അതാണ് ഇവിടെ സൂചിപ്പിച്ചത്.
പിന്നീട് കഡ്ജു അയോധ്യ വിധിയും അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്താണെന്ന് വിവരിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, ബാബറി മസ്ജിദ് നിന്ന സ്ഥലത്ത് രാമക്ഷേത്രം പണിയാൻ അനുമതി നൽകിക്കൊണ്ടുള്ള അയോധ്യ കേസിൽ പുറപ്പെടുവിച്ച വിധി നിയമപരവും യുക്തിപരവുമായ പൊരുത്തക്കേടുകളുടെ പേരിൽ വ്യാപക വിമർശനത്തിന് വിധേയമായിരുന്നു. ഈ ലേഖനത്തിൽ എടുത്തു പറയുന്നത് പോലെ ഈ വിധി വളരെ വിചിത്രമായ കുറെ ലോജിക്കുകളെ ആശ്രയിച്ചുള്ളതാണ്. 1992 നിയമവിരുദ്ധമായി മസ്ജിദ് തകർത്തുവെന്ന് സുപ്രീം കോടതി അംഗീകരിച്ചെങ്കിലും ഹിന്ദു പാർട്ടികൾക്ക് ഭൂമി അനുവദിച്ചു കൊടുക്കുന്നു. ഈ കീഴ്വഴക്കം കൊണ്ട് ജുഡീഷ്യറിയിലുള്ള ന്യൂനപക്ഷ സമുദായങ്ങളുടെ വിശ്വാസം ഗണ്യമായി ഇല്ലാതായി. അയോധ്യ വിധി മറ്റ് ആരാധനാലയങ്ങളെ ചൊല്ലിയുള്ള തർക്കങ്ങൾക്ക് ആക്കം കൂട്ടി. ഉദാഹരണത്തിന്, ഗ്യാൻവാബി മസ്ജിദ് കേസിൽ സർവേകൾക്കുള്ള കോടതിയുടെ അംഗീകാരം ആരാധനാലയങ്ങളുടെ നിയമത്തെ ദുർബലപ്പെടുത്തുകയും സാമുദായിക സൗഹാർദ്ദത്തിന് ഭീഷണി ഉയർത്തുന്ന പഴയ മുറിവുകൾ വീണ്ടും തുറക്കുന്നതിലേക്ക് നയിക്കുകയും ചെയ്തു. അതിനുശേഷം DY ചന്ദ്രചൂഡ് ഇടപെട്ട ഗ്യാൻവാബി മസ്ജിദ് കേസും അതിന്റെ കാര്യങ്ങളും പറയാണ് കഡ്ജു. അദ്ദേഹം പറയുന്നു, ഗ്യാൻവാബി കേസിൽ വാദം കേൾക്കുന്നതിനിടെ ജസ്റ്റിസ് ചന്ദ്രചൂഡ് നടത്തിയ അഭിപ്രായ പ്രകടനത്തെ തുടർന്ന് മതപരമായ സ്ഥലങ്ങളുടെ സർവേ ആവശ്യപ്പെട്ടുള്ള ഹർജികൾ കോടതികൾ കൂടുതലായി പരിഗണിക്കാൻ തുടങ്ങി. ഫലം വളരെ വിനാശകരമായിരുന്നു. വാരണാസിയിലെ ഗ്യാൻവാബി മസ്ജിദിന് വേണ്ടി സർവേകൾക്ക് ഉത്തരവിട്ടു. അതോടുകൂടി ഹിന്ദുത്വ ഗ്രൂപ്പുകൾ മസ്ജിദിന്റെ ബേസ്മെന്റിൽ ആരതി പൂജകളടക്കം ആരംഭിച്ചു. അതുപോലെ മധുരയിലെ ഷാഹി മസ്ജിദ്, സംബലിലെ ജുമാ മസ്ജിദ്, പ്രസിദ്ധമായ അജ്മീർ ദർഗ എന്നിവ പോലും നിയമ പോരാട്ടങ്ങൾക്കും പുരാവസ്തു സർവേകൾക്കും വിഷയമായിക്കൊണ്ടിരിക്കുന്നു. ദി വയർ റിപ്പോർട്ട് ചെയ്തതുപോലെ അജ്മീർ ദർഗയ്ക്ക് താഴെ ഒരു ശിവക്ഷേത്രമുണ്ടെന്ന് ആരോപിച്ച് രാജസ്ഥാൻ ഹൈക്കോടതി അടുത്തിടെ നോട്ടീസ് അയച്ചു. ബാബറി മസ്ജിദ് തകർത്തതിന് സമാനമായ ആൾക്കൂട്ട ആക്രമണത്തിലേക്ക് നയിക്കാൻ സാധ്യതയുള്ള ഇത്തരം കേസുകൾ സാമുദായിക സംഘർഷങ്ങളെ ആളിക്കത്തിക്കും. ഇതാണ് ഇതുകൊണ്ടുണ്ടായ ഫലം. സാമുദായിക വിയോജിപ്പിനുള്ള പണ്ടോറ പെട്ടി എങ്ങനെയാണ് DY ചന്ദ്രചൂഡ് തുറന്നതെന്ന് മാർക്കണ്ഡേയ കഡ്ജു പറയുന്നു. ഇന്ത്യയുടെ സാമൂഹിക ഘടനയെ കീറിമുറിക്കാൻ കെൽപ്പുള്ള പണ്ടോറ പെട്ടിയാണ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് തുറന്നത്. രാജ്യത്ത് 10,000-കണക്കിന് മുസ്ലിം പള്ളികൾ ഉള്ളതിനാൽ അവയെല്ലാം ഹിന്ദു ക്ഷേത്രങ്ങൾ തകർത്ത് നിർമ്മിച്ചതാണെന്ന് ആരോപിച്ചുകൊണ്ട് അവയിൽ പലതിലും തർക്കങ്ങൾ വരാം. ഈ സർവേ എന്ന് വിളിക്കപ്പെടുന്നവയിൽ പലപ്പോഴും ഉദ്ഖനനങ്ങളും ഉൾപ്പെടുന്നു. തുടർന്ന് അവിടെ ഇതിനു മുമ്പ് ഒരു ഹിന്ദു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് ഉറക്കെ ഘോഷിക്കപ്പെടുന്നു. ഇത് ബാബറി മസ്ജിദ് തകർത്തതുപോലെ മസ്ജിദുകളോ ദർഗകളോ തകർക്കാൻ നടക്കുന്ന മതഭ്രാന്തന്മാരുടെ കൂട്ടത്തിലേക്ക് എത്തിച്ചേരുന്നു. ദി വയറിന്റെ വിശകലനത്തിൽ പറയുന്നത് പോലെ ഇത്തരം കേസുകൾ കേവലം നിയമപരമായ തകർക്കലുകൾ മാത്രമല്ല, ഇന്ത്യയുടെ ചരിത്രപരവും സാംസ്കാരികപരവുമായ ആഖ്യാനത്തെ പുനർനിർമ്മിക്കാനുള്ള മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട ശ്രമങ്ങളാണ്. ഈ സർവേകൾ സാധ്യമാക്കിയതിലൂടെ സാമുദായിക സൗഹാർദ്ദം നിലനിർത്താനും ഇത്തരത്തിലുള്ള കുഴപ്പങ്ങൾ കൃത്യമായി തടയാനും ശ്രമിച്ച ആരാധനാലയ നിയമത്തിന്റെ ആത്മാവിനെയാണ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് തകർത്തു കളഞ്ഞത്. ഒരു കരിയറിസ്റ്റ് ആവുന്ന ജഡ്ജിയുടെ പാരമ്പര്യത്തെക്കുറിച്ച് കഡ്ജു എഴുതുന്നു, ആരാധനാലയ നിയമത്തെ അട്ടിമറിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് ചന്ദ്രചൂഡ് എന്തിനായിരിക്കും ഇത്തരമൊരു നിരീക്ഷണം നടത്തിയത്? വ്യക്തമായ കാരണമുണ്ട്. ആ സമയത്ത് അദ്ദേഹം അതുവരെ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നില്ല. മാത്രമല്ല, ആ സ്ഥാനം നേടാനുള്ള അദ്ദേഹത്തിന്റെ സാധ്യതകളെ അപകടത്തിലാക്കാനും ചന്ദ്രചൂഡ് ആഗ്രഹിച്ചില്ല. ഈ നിയമപ്രകാരം താൻ ഈ കേസ് നിലനിർത്താൻ കഴിയില്ലെന്ന് വിധിച്ചാൽ BJPക്ക് അതൃപ്തി ഉണ്ടാവുകയും തന്നെ മാറ്റി നിർത്തുകയും ചീഫ് ജസ്റ്റിസ് ആകാൻ കഴിയുകയില്ലെന്ന് അദ്ദേഹം ഭയപ്പെട്ടിരിക്കാം. മുൻ ചീഫ് ജസ്റ്റിസായ രഞ്ജൻ ഗൊഗോയിയെ പോലെ തന്നെ BJPയുമായി സഹകരിച്ച് പ്രവർത്തിക്കുമ്പോൾ ചന്ദ്രചൂഡ് ഇന്ത്യക്ക് നികത്താനാവാത്ത, കണക്കാക്കാനാകാത്ത ദ്രോഹമാണ് വരുത്തിയത്. ഇതിനകം ധ്രുവീകരിക്കപ്പെട്ട ഒരു സമൂഹത്തിൽ കൂടുതൽ വർഗീയ കലഹങ്ങളിലേക്കും ആഴത്തിലുള്ള ഭിന്നതകളിലേക്കും നയിച്ചേക്കാവുന്ന അപകടകരമായ കീഴ്വഴക്കങ്ങൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് സൃഷ്ടിച്ചിരിക്കുകയാണ് എന്നാണ് കഡ്ജു. എന്തൊരു വ്യക്തതയുള്ളൊരു നിരീക്ഷണങ്ങളാണല്ലേ. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് വിചാരിച്ച. എത്ര പേര് മുഴുവൻ കേട്ടെന്നറിയില്ല. കേട്ടവരൊക്കെ കമന്റ് ഇടണം. അപ്പം നമുക്ക് വീണ്ടും കാണാം.